മീനച്ചിലാർ കരകവിഞ്ഞ് വെള്ളത്തിനടിയിലായ പാലായിൽ രണ്ടാം ദിവസവും വെള്ളം പൂർണ്ണമായി ഇറങ്ങിയില്ല. കിഴക്കൻ മേഖലയിൽ മഴ കുറഞ്ഞ ഒഴുക്കിന്റെ ശക്തിയിൽ നേരിയ കുറവുണ്ടായതോടെ നഗരം സാവധാനം പൂർവ്വസ്ഥിതിയിലേക്ക് നീങ്ങുകയാണ്. വെള്ളിയാഴ്ച വൈകിട്ട് 5 അടിയായിരുന്ന ജലനിരപ്പ് ഉരുൾപൊട്ടലിനെ തുടർന്ന് ശനിയാഴ്ച 25 അടി വരെ ഉയർന്നിരുന്നു. ഞായറാഴ്ച രാവിലെ 1 അടി മാത്രമാണ് ജലനിരപ്പ് താഴ്ന്നിരുന്നത്. ഉച്ചയ്ക്ക് ശേഷം 18 അടിയായി ജലനിരപ്പ് കുറഞ്ഞിട്ടുണ്ട്. കൊട്ടാരമുറ്റത്തും മൂന്നാനിയിലും റോഡിൽ വെള്ളമുണ്ടായിരുന്നു. ഇള റോഡുകളും താഴ്ന്ന പ്രദേശങ്ങളും വെള്ളത്തിനടിയിലായിരുന്നു. മഴ മാറി വെയിൽ തെളിഞ്ഞതോടെ വെള്ളപ്പൊക്കത്തിന്റെ ഭീഷണി ഒഴിവാക്കുകയായിരുന്നു. പുലിയന്നൂർ മുത്തോലി മേഖലകളിൽ വെള്ളക്കെട്ട് യാത്രാ തടസ്സം സൃഷ്ടിച്ചു. മുത്തോലി കൊടുങ്ങൂർ റോഡിൽ ബ്രില്യന്റിന് സമീപം വലിയ തോതിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. ചേർപ്പങ്കൽ കിഴങ്ങൂർ മേഖലകളിലും പാലാ ഏറ്റുമാനൂർ റോഡിലും ഇട റോഡുകളിലും വെള്ളക്കെട്ട് വാഹനയാത്രികരെ വലച്ചു. കിഴക്കൻ മേഖലയിലും പാലായിലും വെള്ളം ഇറങ്ങി തുടങ്ങിയപ്പോൾ കിഴങ്ങൂർ ഏറ്റുമാനൂർ മേഖലകളിൽ ജലനിരപ്പ് ഉയർന്നു. ഈരാറ്റുപേട്ടയിലും പാലായിലും വ്യാപാരികൾക്ക് കനത്ത നാശനഷ്ടമാണ് വെള്ളപ്പൊക്കം മൂലമുണ്ടായത്. കടകൾ തുറന്ന് വൃത്തിയാക്കി നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് നടത്തുകയാണ് വ്യാപാരികൾ. വെള്ളപ്പൊക്കം മൂലം വീടിന് പുറത്തിറങ്ങാൻ കഴിയാതെ വിഷമിച്ചവർക്കും വീടുകളിൽ വെള്ളം കയറിയവർക്കുമായി ദുരിതാശ്വാസ ക്യാമ്പുകളും പ്രവർത്തിക്കുന്നുണ്ട്. കൂടല്ലൂർ മേഖലയിൽ വെള്ളക്കെട്ടിൽ 10-ലധികം വീടുകളിൽ വെള്ളം കയറി. നിരവധി വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. കൂടല്ലൂർ അംഗൻവാടിയിലും സർക്കാർ വെറ്റിനറി സബ് സെൻ്ററിലും വെള്ളം കയറി.